ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2-in-1 റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു കറിയായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാനായിട്ട് പറ്റും, ഉച്ചയ്ക്ക് ഇതിനെ ബിരിയാണിയാക്കി മാറ്റാനും പറ്റും. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള നല്ലൊരു ബേസ് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളി അല്ലി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ എല്ലാം കറക്റ്റ് അളവ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം മിക്സിയിലിട്ട് ഒരു കറക്കി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതാ ഇവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് ബാക്കി മുഴുവൻ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഉള്ളിലേക്ക് വഴറ്റുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, പക്ഷേ അത് ചേർത്താൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഈ ചിക്കൻ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഓരോന്നും അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ചിക്കൻ കഴിക്കാനും അതുപോലെ ആ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് പിടിക്കാനും ഒക്കെ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പാത്രത്തിലാണ് നമ്മൾ ബാക്കിയുള്ള മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ആ പാത്രത്തിലോട്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ തന്നെയാണ്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ചെറിയ ബേ ലീഫും കൂടി 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഉള്ളിയുടെ നിറമൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആവണം. നല്ല ഗോൾഡൻ നിറം ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ തക്കാളിയാണ് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റി വന്നാൽ നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ 1 ടേബിൾ സ്പൂൺ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതെല്ലാം ഒന്ന് മിക്സായി വരുമ്പോഴേക്കും ഒരു 1/4 കപ്പോളം ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് തിളച്ച് നന്നായിട്ട് ആ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ഒറട്ടിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ കറിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ബിരിയാണിയാക്കി മാറ്റാനായിട്ട് ഇനി ഈ ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഞാനെല്ലാം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അവിടെ കിടന്നൊന്ന് തിളച്ച് വെള്ളമൊക്കെ ഊറി വരുന്ന സമയത്ത് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ചെറിയ ബേ ലീഫും കൂടി 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് ഊറ്റിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ 1 കപ്പോളം വരുന്ന ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി 20 മിനിറ്റോളം കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം തുറന്നു വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് കുക്കാക്കി എടുക്കുന്നത്. 70-80% മാത്രം നമ്മുടെ ഈ റൈസ് ഒന്ന് വെന്ത് വന്നാൽ മതി. അതിൽ കൂടുതൽ വേവരുത്. നമ്മളിത് ദം ചെയ്തിട്ടാണ് എടുക്കാനായിട്ട് പോണത്. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ്. 80% മാത്രം റൈസ് കുക്കായിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഓവർ കുക്കായി പോയാൽ റൈസ് ശരിയാവില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ അത് ഊറ്റിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് റൈസ് മുഴുവനും ഈ ഗ്രേവിയുടെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ റൈസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് ഓണിയനൊക്കെ ചേർക്കുക കേട്ടോ. കാഷ്യൂസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. ഇനി 1 ടീസ്പൂൺ അളവിൽ നെയ്യൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക.
1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം കുക്കർ മൂടി വെച്ച് കൊടുക്കുക. വിസിൽ ഇല്ലാണ്ടാണ് കേട്ടോ കുക്കർ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇരുന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് ആവി പുറത്ത് വരട്ടെ. വിസിലില്ലാതെ തന്നെ ആവി നന്നായിട്ട് പുറത്ത് വരണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ആവി ഒന്ന് വരട്ടെ. അപ്പോൾ ഈ വിസിലങ്ങ് വെച്ച് കൊടുക്കുക. വിസിൽ വെച്ച് കൊടുത്ത് 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം മതി നമ്മുടെ റൈസ് കംപ്ലീറ്റ്ലി ദമ്മാവാനായിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദം ചെയ്യാൻ എടുക്കുന്ന പാത്രം എപ്പോഴും അടികട്ടിയുള്ളതായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന മസാല കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കുക്കറിൻ്റെ അടിയിൽ വേറൊരു പഴയ ഏതെങ്കിലും പാത്രം വെച്ച് കൊടുത്തിട്ട് വേണം ഈ കുക്കർ അതിൻ്റെ പുറത്തോട്ട് വെച്ച് ദം ചെയ്യിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ദം എല്ലാം ആയിക്കഴിഞ്ഞാൽ ആ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മൂടി തുറന്ന് വേറൊരു പാത്രത്തിലേക്ക് ബിരിയാണി ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഫ്ലേവർഫുള്ളായിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.